सूर्यवंशी का वैभव अब पूरी दुनिया सोनी पर देखेगी। देखिए टैलेंट टीवी कप 9 जून से 21 जून तक सिर्फ सोनी स्पोर्ट्स नेटवर्क और सोनी लिव पर। have sought to formulate the principles which should govern our relations with other countries. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചൈനീസ് പ്രധാനമന്ത്രിയുടെ ദലൈലാമയെ തിരിച്ചു നൽകാനുള്ള പ്രസ്താവന തള്ളിക്കളഞ്ഞു. ഇന്നലെ രാവിലെ 6 മണിക്ക് പുലർച്ചെ നമ്മുടെ നാടിന്റെ ആർമി വീരന്മാരോട് 2 തവണ ആക്രമണം നടത്തിയിരിക്കുന്നു. അവർ നടത്തിയുള്ള ആ ആക്രമണം ഇനിയുള്ള കാലത്തിന് അഴിയാത്ത സംഭവമായി ഉണ്ടായിരിക്കുന്നു. ഈ സംഭവം നാടിലുള്ള പ്രജകൾക്കിടയിൽ ആവേശമുണ്ടാക്കിയിരിക്കുന്നു. ഇന്നലെ കാലത്ത് ഏകദേശം 6 മണിക്ക് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ഇന്ത്യൻ അതിർത്തിയിൽ 2 പ്രാവശ്യം ആക്രമിച്ചു. അക്സാച്ചിൻ ഘാട്ടിയും നംകാച്ചു നദിക്കും മേലെ ഭാരതീയ സേനയുടെ ഈ ബറ്റാലിയന്റെ പുറത്തുള്ള ഈ ആക്രമണം മാസങ്ങളായിട്ടുള്ള രാജതന്ത്രപരമായ നീക്കങ്ങളുടെ ഫലമാണെന്നാണ് പറയുന്നത്. മധുർ മെമ്പേഴ്സ് ഒക്കെ 1/2 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഗുഡ്. അവരെല്ലാവരും റെഡിയല്ലേ? ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചെടുത്തിരിക്കുന്നേ? നമുക്ക് റിസർച്ച് ചെയ്യണം. വന്നു ആരെങ്കിലും ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിച്ചോ? The Indian post of Dola and Kinzimene along the McMahon line in the Nefa have fallen into Chinese yesterday. It is now imperative. One minute. എല്ലാവർക്കും അറിയാം ഹോമി, അതായത് ഈ നെഹ്റുവിന്റെ സഹോദരത്വം എന്നുള്ള പോളിസിയിലെ എല്ലാം ഫ്ലോപ്പായിരിക്കുന്നു. ചൈന നമ്മുടെ പുറത്ത് ആക്രമിക്കുകയും ചെയ്തു. ഇതെല്ലാം ഈ യുദ്ധമൊക്കെ ആർമിയുടെ ജോലിയല്ലേ? ഇതിലിപ്പം നിങ്ങളെന്ത് ചെയ്യാൻ പോവാ? അതന്നെ 5 വർഷത്തിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. താൻ എന്താ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്താ ഇതൊക്കെ? As far as I can tell, our best shot. Gentlemen, it's a proposal to make India's first atom bomb. നമുക്ക് ചൈനയെ തോൽപ്പിക്കണമെങ്കിൽ, ഇനിയും നമ്മുടെ നാട് ശക്തിയായി പ്രവർത്തിക്കണമെങ്കിൽ, then all we have to do now is to sign this proposal. We have everything at stake to make it. We just need to muster courage. ഹോമി, നീ പറയുന്നത് കേട്ടാ തോന്നും അതായത് ഈ ബോംബ് ഉണ്ടാക്കേണ്ട ഡിസിഷനൊക്കെ ഞങ്ങളെടുത്താണെന്ന്. ഞങ്ങളൊരു മാർഗം മാത്രമല്ലേ. അതുകൂടാതെ ഈ ബോംബ് ഉണ്ടാക്കുന്നതൊക്കെ ഏകദേശം 5-6 വർഷമൊക്കെ എടുക്കില്ലേ? അപ്പൊ അത്രയും നാള് നമ്മൾ നിങ്ങൾക്ക് എനിക്ക് മാത്രമേ അറിയൂ, ചൈനയ്ക്ക് അറിയില്ലല്ലോ. പക്ഷെ ഇപ്പോ ആസ് എ ഡിറ്ററൻ നമ്മൾ ചെയ്യേണ്ടതെല്ലാം ഒരു അനൗൺസ്മെന്റ് മാത്രമാണ്. നമ്മൾ ക്ലോസ് ആയെന്ന് അവരറിയട്ടെ. നമ്മൾ ഇവിടെ ഇരുന്ന് ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ അവിടെ ചൈന സ്റ്റീം റൂൾ ചെയ്ത് എല്ലാവരെയും നശിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ശരിക്കത്തെ ആക്രമണം ചെയ്യേണ്ടത് രാഷ്ട്രീയ യുദ്ധത്തിലൂടെയാണ്. ഇന്ന് രാവിലെ നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിച്ചത് ഇതിൽ സൈൻ ചെയ്യാൻ വേണ്ടിയാണ്. ഒരു മിനിറ്റ്. ഈ നാടിന്റെ മികച്ച സയന്റിഫിക് കമ്മീഷന്റെ മെമ്പറായിട്ടുള്ളത് കൊണ്ട് നമ്മൾ എല്ലാ തരത്തിലും ഈ യുദ്ധത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണം. യെസ്, അത് സമാധാനത്തിന്റെ വഴിയിലൂടെ ആവണം, ആറ്റം ബോംബ് ചെയ്തിട്ടല്ല. ഇത് ലക്ഷ്യവാദിക്കുള്ള സമയമല്ല വിക്രം. ബോംബുണ്ടാക്കെന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട സമയമല്ല. ഇത് കേട്ടിട്ട് ചൈന പിന്മാറുന്നു വിചാരിച്ചാ അതൊക്കെ നിങ്ങളുടെ വെറും സ്വപ്നം മാത്രമാണ്. ഇതുകൊണ്ട് വാർ അവസാനിക്കില്ല, ഇനി വലുതാവേ ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ സ്വന്തം ഈ സ്വതന്ത്ര്യ രാജ്യം എന്താവും? പറയൂ. സ്വതന്ത്ര്യ രാജ്യം എന്താവുന്നോ അതിനെക്കുറിച്ച് ആർക്കും ഒരു ചിന്തയും. വിശന്ന് വലയുന്നത് നാട്ടിലെ ജനങ്ങളാണ്. You can't deny this, that bombs end wars. നിങ്ങൾ ഹിരോഷിമയെ എക്സാമ്പിളിന് എടുത്തോളൂ. Correct, Madhur. You are absolutely correct. Yeah, we need another Hiroshima. Nobody is saying that. ചരിത്രത്തിൽ ഇതിനേക്കാളും ഒരു മോശം കാര്യമുണ്ടാവാൻ തീർച്ചയായും സാധ്യതയില്ല. ഹിരോഷിമ എന്ന മോശം എക്സാമ്പിൾ പോരെ, എന്നിട്ട് നമ്മൾ ബോംബ്സ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. This ruthless is not the solution. Okay, Vikram, then
What is the solution? ഡിപ്ലോമസി. Oh, നമ്മൾ ഡിപ്ലോമസിക്ക് ഒരു ചാൻസ് കൊടുക്കണം. ഡീഎസ്കലേറ്റ് ചെയ്യണം. 900 സോൾജേഴ്സിനെ നഷ്ടപ്പെടുത്തിയ ഫാമിലീസോട് പോയി പറയുന്നത്. നീ ചാകണമെന്ന് വിചാരിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരോടെ ഞാനത് പറയാൻ വിചാരിക്കും. ഞാൻ ആരെയും ചാകാൻ അനുവദിക്കില്ല. ദയവ് ഇതൊന്നും മനസ്സിലാക്ക. ഈ ഡോക്യുമെന്റിൽ സൈൻ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ആലോചിക്കണം. ആയുധ യുദ്ധമാണ് തുടങ്ങി വെക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ആ ചോര പൊരുള. ഞാൻ ബോംബ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയാണ് വിക്രം, യൂസ് ചെയ്യുന്നതിനെ കുറിച്ചല്ല. അതാണ് ഒരു മിനിറ്റ് ഹോമി, നമുക്ക് വിക്രം പറയുന്നതും കേട്ടേ പറ്റൂ. കേട്ടോണ്ടല്ലേ ഇരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ സെന്ററിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചേരാൻ മാസങ്ങളാവില്ലേ? നാളെ ബ്രദറിനെ കാണാൻ ഡൽഹിയിലോട്ട് പോവാ. ഓ, പറഞ്ഞ പോലെ ആ കാര്യം മറന്നുപോയല്ലോ. അപ്പൊ താൻ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. നോ. അപ്പൊ പിന്നെ തന്റെ ആഗ്രഹം പോലെ ചെയ്യ്. ഞങ്ങളുടെ ആവശ്യം എന്താ? ആവശ്യമുണ്ട് റാസ സർ. പണ്ഡിറ്റ് നെഹ്റുവിന്റെ അടുത്ത് ഈ പ്രപ്പോസൽ പാസ് ചെയ്യാൻ വേണ്ടി ഹോമിക്ക് നിങ്ങളുടെ നമ്മളെല്ലാവരുടെയും വോട്ട് ആവശ്യമുണ്ട്. യെസ്, നമുക്കത് ആവശ്യമാണ്. എനിക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു ആ ഓപ്ഷനാണ് ഞാൻ നൽകുന്നത്. വി കൻ എൻഡ് ദിസ് വാർ. അതേപോലെ നമ്മുടെ രാജ്യത്തെ അറ്റാക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഏതൊരു കൺട്രിയും അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. പക്ഷെ അതിന് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. എനിക്ക് മതിയായി. വിക്രം, ഒരു പ്രാവശ്യം ഞാൻ പറയുന്ന കേക്ക്. അതുകൊണ്ട് എന്താ പ്രയോജനം ഹോമി? നീ പറയേണ്ട കാര്യങ്ങൾ എല്ലാവരുടെ മുന്നിലും വെച്ച് പറഞ്ഞില്ലേ? അതുമല്ല, ദിസ് വാസന്റ് എ ഡിസ്കഷൻ. ഇത് ഡിസ്കഷനുള്ള സമയമല്ല വിക്രം, ഇറ്റ്സ് ടൈം ടു ആക്ട്. അത് ഡിസൈഡ് ചെയ്യേണ്ടത് നീയോ അല്ലെങ്കിൽ എന്നെ പോലത്തെ സയന്റിസ്റ്റോ അല്ല. അതുകൊണ്ടല്ലേ ഞാൻ കമ്മിറ്റിയോട് ഈ ഇതിനെക്കുറിച്ച്. കമ്മിറ്റി വെറും അഡ്വൈസറി കമ്മിറ്റി മാത്രമാണ്. ഇതിന്റെ ജോലി is to advise the correct use of atomic energy. ഇപ്പൊ നമ്മുടെ നാടിന് ആവശ്യം ഒരു അറ്റോമിക് ബോംബാണ്. നാടിനോ അതോ നിനക്കോ? ഇതെങ്ങനെ നിനക്ക് ചെയ്യാൻ കഴിയുന്നത് ഹോമി? ഇറ്റ്സ് ഫൈൻ. നീ എന്റെ മനസാക്ഷിയായി നോക്ക്. നിനക്കെന്നെ വിശ്വാസമില്ലായിരിക്കാം, പക്ഷെ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. പ്ലീസ് എന്നെ വിശ്വസിക്ക. നീ ചെയ്യുന്നത് ശരിയല്ല. ഇത് വളരെ മോശത്തിൽ ചെന്ന് ഭവിക്കും. ഇനി ഞാനൊന്നും പറയുന്നില്ല. യു ആർ ബ്ലൈൻഡ് വിക്രം. We are at war. എല്ലാം തികഞ്ഞ ഒരു സോൾജറെ അവരെന്താണെന്നറിയോ വിളിക്കുക? ഭീരു. ദ്രോഹി. ദ്രോഹി എന്ന് പറഞ്ഞാലും സാരമില്ല. പക്ഷേ നിന്റെ ഒപ്പം ചേർന്ന് ഈ നാടിനെ നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. AIC എന്നുള്ള എന്റെ റെസിഗ്നേഷനായിട്ട് ഇത് കരുതിക്കാം. The lunar kid brown kid is blowing up the courtyard again. Hello bro. ചോദിച്ചത് നീ ആയിരിക്കുന്ന ഞാൻ വിചാരിച്ചേ. എന്തോന്നു പൊട്ടിത്തെറിക്കോ? ഐ മീൻ പറക്കുമോ നമ്മുടെ ഈ റോക്കറ്റ്? ഇത് തീർച്ചയായും വളരെ ഉയരത്തിൽ പറക്കും. അത് മാത്രമല്ല, പ്രഭു റോബർട്ട് ഗോർഡൻ 15 വർഷത്തിന് മുന്നേ തന്നെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. നമുക്കെന്തിനാ ചെയ്തുകൂടാ? ഗോഡേട്ടന്റെ അടുത്ത് ബുവാൻ ആൻഡ് ഗ്രാൻഡ് ഉണ്ടായിരുന്നു. നിന്റെ അടുത്ത് എന്താ ഉള്ളത്?
എൻ്റെ അടുത്ത് എൻ്റെ വിശ്വാസവും ഹാർഡ് വർക്കുമുണ്ട്. വന്നു നിന്ന് അത് പറക്കുന്ന കാണ്. സോ നമ്മളിപ്പോ അതിനെ വിടാൻ പോവാണോ? ആബ്സല്യൂട്ട്ലി. എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ എന്താ സംഭവം? മനസ്സിലാവുന്നുട്ടോ. എന്താ സംഭവിച്ച? ഇനി എന്താ? ഇതൊരു ശ്രമം തന്നെയാ. ഇത് വർക്കൗട്ടായി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? സായിപ്പന്മാർ അവരുടെ കുട്ടികളെ യുദ്ധത്തിന് അയക്കില്ല. ആദ്യം നമ്മളെയാണ് അയക്കുക. അതിൽ നമുക്ക് സമ്മതം അല്ലെങ്കിൽ അത് കാരണം നമ്മൾ മരിച്ചിരിക്കും. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലത് വിക്രം. ലെറ്റ്സ് ഗോ ബാക്ക്. Dropping bombs over Britain's largest city in broad daylight. This lightning war will go down in history as the Blitz. Can someone get the lights, please? ആരെങ്കിലും വിൻഡോസ് എല്ലാം ഒന്ന് ക്ലോസ് ചെയ്തേ. ആർക്കെങ്കിലും ഇത് എന്താന്ന് ഐഡിയ ഉണ്ടോ? എനിവൺ? Is it a cloud chamber, sir? Yes, but no. In 1911, Charles Thomas Rees Wilson invented the first rudimentary cloud chamber. And finally, in 1927, he captured the first trials of what would change the particle physics forever. പിന്നെ അതിനുവേണ്ടി അദ്ദേഹത്തിന് he won that there is a big prize, Nobel Prize, sir. Nobel Prize. So, It's a Wilson cloud chamber, sir. let's drink to that. Unfortunately, ഇത് നമുക്ക് വേണ്ടിയല്ല. Now, who can tell me what is this? Anyone? സോറി സർ, പക്ഷേ ഇത് നമ്മുടെ സിലബസിലില്ല. സിലബസ് ഒക്കെ മാറ്റി വെക്കേ. No one? സിലബസിൽ അറ്റോമിക് സ്ട്രക്ചർ ഉണ്ടാവില്ലേ? യെസ് സർ. വെൽ, സോ ഇതിനു മുമ്പ് വരെ നമ്മൾ ആറ്റം ഇൻഡിവിസിബിൾ എന്നല്ല വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്താണ് ചേഞ്ച് ആയിട്ടുള്ളത്? 1896 ഹെൻറി ബെക്കറൽ റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻ ഡിസ്കവർ ചെയ്തു. അതെ, അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അദ്ദേഹം കണ്ടുപിടിച്ചു യുറേനിയം ആറ്റത്തിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ ഹൈഡ് ചെയ്യുന്നുവെന്ന്. Brilliant. Okay, so radioactivity discoveryക്ക് ശേഷം പ്രൂവ് ആയത് എന്തെന്ന് വെച്ചാൽ that an atom can change form and emits tremendous form of energy. But aside from uranium, are all element radioactive? നോ സർ. അപ്പോൾ ആ റേഡിയേഷൻ എവിടുന്നാ വരുന്നത്?
In space, there are stars, there are supernovae emitting billions of particles, charged particles, that travel all the way to space until it finally reaches us here on Earth. മിസ്റ്റർ വിൽസനെ കൊണ്ട് ഈ ക്ലൗഡ് ചേംബറിൽ അതേ മിസ്റ്റീരിയസ് പാർട്ടിക്കിൾസ് നമുക്ക് കാണാം. അതിനെയാണ് നമ്മൾ കോസ്മിക് റേസ് എന്ന് പറയുന്നത്. നമ്മളതെങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യും സർ? സൗണ്ടിംഗ് ബലൂൺസ്. നമ്മൾ ഇലക്ട്രോഡ്സിനെ സൗണ്ടിംഗ് ബലൂൺസിൽ അറ്റാച്ച് ചെയ്യും. പിന്നെ അതിനെ അറ്റ്മോസ്ഫിയറിൽ എത്ര ദൂരം പോകാൻ പറ്റുമോ നമ്മൾ അയക്കും. ആൻഡ് ദേ മെഷർ ദ ഇന്റൻസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. സർ, അപ്പോൾ കോസ്മിക് റേസിന് ആറ്റമിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുമോ? കോസ്മിക് റേസിനെ കൊണ്ട് നമുക്ക് അറ്റോമിക് എനർജിയെ മനസ്സിലാക്കാൻ കഴിയും. അതിനെ ഹാർനസ് ചെയ്യാൻ ശ്രമിക്കാൻ പറ്റും. ആൻഡ് ഇഫ് യു ക്യാൻ, then the applications could be endless. Electricity, dams, communication, transportation, weaponization, and we could even space travel, all of these. ഞാനൊരു സയന്റിഫിക് തിയറി ക്ലാസ്സിലല്ല, പക്ഷെ ഒരു സയൻസ് ഫിക്ഷന്റെ ലെക്ചറിലേക്കാണ് വന്ന് കയറിയെന്ന് തോന്നുന്നു. പ്രൊഫസർ റാസ, നിങ്ങൾ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. ചിലപ്പോഴൊക്കെ, അതായത് നിങ്ങളെപ്പോലുള്ള പ്രൊഫസേഴ്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ തിയററ്റിക്കൽ ഫിസിക്സ് ക്ലാസ് എടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്തേരാം. എന്റെ അഭിപ്രായത്തിൽ theoretically speaking, class dismissed. Good luck. ഹോമി, ഈ ഫിസിക്സ് ഒക്കെ വിട്ടിട്ട് ഡ്രാമ ടാസ്ക് ചെയ്ത് എപ്പോഴാ നിനക്ക് പിടിച്ച ഹോമി? സിലബസ് ആർക്ക് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം റാസ. You don't need me for that. I need you, correct? I need you to join here as a permanent faculty. പിന്നെ ഞാൻ കേട്ടു താൻ ഇന്ത്യയിൽ താമസിക്കാൻ പോവാണെന്നൊക്കെ. Until the war is over. അപ്പോ എന്റെ ലെക്ചർ ഇന്ററപ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇന്റർവ്യൂ പ്രോസസ് ആണോ? മേ ബി യു വാണ്ട് ടു ട്വീക്ക് ഇറ്റ് റാസ. ഞെട്ടലും വിസ്മയം കൊണ്ടൊന്നും പഠിത്തം പൂർത്തിയാവൂല ഹോമി. That's all I was suggesting. I don't think here is a place for me then. എന്റെ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങളുടെ സജഷൻസ് എനിക്ക് ഇഷ്ടമല്ല. നമ്മുടെ ജോലി ചെയ്യുന്ന രീതി ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷെ ലക്ഷ്യം ഒന്നല്ലേ. നമ്മുടെ ജോലിയും നമ്മുടെ റിസർച്ചും കൊണ്ട് ഈ രാജ്യത്തെ ശക്തിപ്പെടുത്തണം. പിന്നെ ഒരു കാര്യം സമ്മതിക്കണം, ഈ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് റിസർച്ച് ഫെസിലിറ്റി ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടില്ലേ, അതെൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ്. ഡിഫറൻസ് വഴികളിൽ മാത്രമല്ല. The politics bothers me as well. Now, what do you mean by that? Isn't your biggest donor the Muslim League? Yes, so? No wonder നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഫെസിലിറ്റി ഉണ്ട്. ഒരു പക്ഷേ നാളെ ലീഗ് ഫെസിലിറ്റി കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ ഏത് നാടിനെയാണ് ബലപ്പെടുത്താൻ പോണേന്ന് എനിക്കറിയണം. Something to consider? ഈ മഗ്രീഫും പിന്നെ മഷ്റീഫും ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഭാഗത്തേക്കുള്ള രണ്ട് വെവ്വേറെ ട്രാംബോ ലൈൻസ് ആണ്. And never the twain shall meet. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം, അതായത് ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് ഒരേ നാട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് കരുതിയാൽ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ആ ഒരു തെറ്റ് നമ്മുടെ രാജ്യത്തിനെ തന്നെ നശിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് അലി ജിന്നയുടെ സംഭാഷണം ആകാശവാണിയിൽ. ഇതിനു മുമ്പേ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നിന്റെ അമ്മ ഒന്നും മാറ്റാൻ സമ്മതിച്ചില്ല. അതാണച്ച പ്രോബ്ലം. ഒന്നും മാറിയിട്ടില്ല. എന്നുവെച്ചാൽ
ഞാൻ ധൃതി പിടിച്ച് തിരിച്ചു വന്നു. അവിടെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. കേംബ്രിഡ്ജിലുണ്ടായിരുന്ന പോലെ സ്ഥലവും പ്രൊഫസേഴ്സൊന്നും ഇവിടെ ഇല്ല. ദേ വേർ സം ഓഫ് ദ ബെസ്റ്റ് പ്രൊഫസേഴ്സ് ഇൻ ദ വേൾഡ്. ഞാനവിടെ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ചിക്കാഗോയിലേക്ക് ചെന്ന് ഗോഡാർട്ടിനൊപ്പം ജോലി ചെയ്യുന്ന കരുതിയത്. റോക്കറ്റ് ഉണ്ടാക്കുന്ന സ്വപ്നം സത്യമാവെന്ന് വിചാരിച്ചു. അവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. ഇന്നോ അതോ നാളെയോ ദിസ് വാർ വുഡ് ഹാവ് ബീൻ ഓവർ. പിന്നെ പിന്നെ എന്താ പറ്റി? യുദ്ധം ഒരിക്കലും അവസാനിക്കില്ല വിക്രം. നമ്മുടെ ജീവിതമുള്ളവരെ യുദ്ധമുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളോടായിരിക്കും, ചിലപ്പോൾ നമ്മളോട് തന്നെയായിരിക്കും. പക്ഷേ പോരാടാനുള്ള ധൈര്യം നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ടാകണം. പുതിയ വഴികൾ അന്വേഷിക്കേണ്ടി വരും. CV Raman, your interview for the post of researcher at IAAC Bangalore has been confirmed at 28 September. Please report to the Cosmic Ray Unit at 8 AM. അച്ഛാ ഇത് ചിലപ്പോൾ ആരെങ്കിലും അറിയാതെ നിന്റെ റിസർച്ച് പേപ്പേഴ്സ് അങ്ങോട്ട് അയച്ചിട്ടുണ്ടാവാം. അപ്പോ നിനക്ക് ബാംഗ്ലൂർക്ക് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു അച്ഛാ. പിന്നൊരു കാര്യം, അബദ്ധത്തിൽ പോലും അവളോട് പറഞ്ഞേക്കരുത്. അവളുടെ പൊന്നുമോൻ വീണ്ടും അവളെ വിട്ട് അത്രയും ദൂരം പോകാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാനാ ചെയ്തു കൊടുത്തത്. അല്ലെങ്കിൽ നീ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു സമാധാനം തരില്ല. Morning, sir. സർ, സാറാഭായ് നിങ്ങൾക്കായി ഓഫീസിൽ കാത്തിരിക്കുകയാണ്. യെസ് സർ. ടേക്ക് ദ നോബൽ പ്രൈസ്. ബ്ലാക്ക് മാർക്കറ്റിൽ ചിലപ്പോൾ അധികം പണം കിട്ടും. നോ നോ സർ, ഐ വാസ് ജസ്റ്റ് റിലാക്സ്. ഞാൻ വെറുതെ ഈ സ്റ്റോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സിംപ്ലി തിങ്കിങ്. ഇത് 7 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനൊന്ന് ഇംപ്രവൈസ് ചെയ്തു. ആൻഡ് ദെൻ ദ ലോർഡ് സെഡ് that there'll be light. ശരിക്കും ഇത് വളരെ അഡ്വാൻസ്ഡ് ആണ് സർ. നമുക്കൊന്ന് നടക്കാൻ പോയിട്ട് വരാം. ഞാൻ തന്നെ 8 മണിക്കാണ് പ്രതീക്ഷിച്ചത്. താൻ അതിന് മുമ്പെത്തി. സർ, ആ ക്രിസ്റ്റൽ അത് ഗ്രാസ് ലൈറ്റ് അല്ലേ സർ? യെസ്. ബട്ട് സർ, ക്രൈസ്ലസ് ദ സോഴ്സ് ഓഫ് ആസ്ബെസ്റ്റോസ് ക്യാൻ കോസ് ക്യാൻസർ. ക്ലാസ് ലൈറ്റിന്റെ കേസ് ലെഡ് ലൈറ്റ് ആണ് വിക്രം. എനിക്കും അല്പം ഫിസിക്സ് അറിയാം. ഓഫ് കോഴ്സ് സർ. ഇങ്ങനൊരു ചാൻസ് തന്നതിന് വളരെ നന്ദി സർ. എന്നോട് എന്തിനാ താങ്ക്സ് പറയുന്നത്? തൻ്റെ ഫ്യൂച്ചർ തീരുമാനിക്കാൻ പോകുന്നത് ഞാനല്ല. മനസ്സിലാവുന്നില്ല സർ. എപ്പോഴും കറക്റ്റായ ചോദ്യം ചോദിക്കുന്ന സാറാഭായ്. എന്നാൽ മാത്രമേ യൂണിവേഴ്സിറ്റി കറക്റ്റായ വാതിൽ തുറക്കുള്ളൂ. കം കം കം. ആ ഹോമി, ഇന്നത്തെ ദിവസം നന്നായിരിക്കുന്നാ തോന്നുന്നത്. അതെ, എനിക്കെപ്പോഴും നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കിൽസ് വളരെ ഇഷ്ടമാണ് രാമൻ. ഞാനൊരു സ്റ്റുഡന്റിനെ കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കേംബ്രിഡ്ജ് ഗ്രാജുവേറ്റ്, തന്നെ പോലെ തന്നെയാ. മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. യുദ്ധം കാരണം ഇടയ്ക്ക് വെച്ച് വിട്ടുവന്നു. അംബാല സാറാഭായുടെ മകനാ. താൻ ചിലപ്പോ കേട്ട് കാണും. നോട്ട് ഓൾ റിച്ച് പീപ്പിൾ നോ ഈച്ച് അതർ. ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ യു ടു ആർ ദി ഓൺലി സയന്റിസ്റ്റ് ഇൻ ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ. മേ ബി സെപ്പറേഷനിസ്റ്റ് ആയോ? Or this is your general disregard for the business class?
നിങ്ങൾ മെല്ലിക്കൻ്റെ ബലൂൺ എക്സ്പെരിമെന്റ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കില്ല സർ? ടു സ്റ്റഡി ദ കോസ്മിക് റേസ് ഇൻ അപ്പർ സ്ട്രാറ്റോസ്ഫിയർ? അതെ, ഇപ്പോൾ ഞാൻ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ലുക്ക് അറ്റ് ദിസ്. വാട്ട് ഇസ് ദിസ്? യു കോൾ ദിസ് എ ഗൈഗ കൗണ്ടർ? റാസ പറഞ്ഞ സത്യ. Wherever his money comes from, അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഫെസിലിറ്റി, എക്യുപ്മെന്റ് ഇവിടെയുള്ളതിനേക്കാളും 100 times better. പൊളമ്പി മുടിച്ചിട്ടിയാ? You complain too much, homie. I think it's a privilege talking. Privilege? ഹാ, ഞാൻ ചോദിച്ചതെല്ലാം റബ്ബർ ഷീറ്റ്സ് മാത്രമാണ് രാമൻ. അതിനെന്താ അത്ര ഡിമാൻഡാണോ? റബ്ബർ എളുപ്പത്തിൽ കിട്ടുന്ന സാധനല്ലേ? താങ്ക് യു. ഹാവ് ഇറ്റ്. പക്ഷെ ഇപ്പോ വാർ ടൈമില് കോസ്മിക് റേസിന്റെ ബലൂൺ എവിടുന്ന് വാങ്ങാനാ? എല്ലാ കൺസൈൻമെന്റ്സും ജപ്പാൻ ആക്രമിക്കാണല്ലോ. ആ, ഇപ്പൊ എല്ലാ കുറ്റവും വാറിലേക്കായല്ലേ? അത് തൊടല്ലേ. ഇപ്പൊ ജപ്പാൻ കാരണമാണ് നമുക്ക് റബ്ബർ കിട്ടാത്തത്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? ആ, വാർ കഴിയുന്നവരെ നമ്മളെന്താ വെയിറ്റ് ചെയ്യണോ? എനിക്കെന്താ വേറെ ജോലിയില്ലേ? നിങ്ങൾക്ക് വേറെ മെറ്റീരിയൽ യൂസ് ചെയ്യാറുന്നില്ല സർ? എന്താ? വൈ ഡോണ്ട് യു ട്രൈ യൂസിങ് അനദർ മെറ്റീരിയൽ? ഐ ഹിയർഡ് യു. എന്തിനു വേണ്ടി? സർ, റബ്ബറിന്റെ ഡെൻസിറ്റി കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ വേറെ എന്ത് മെറ്റീരിയലാ? പോളിത്തൈലിൻ ഷീറ്റ് സർ. പോളിത്തൈലിൻ ഷീറ്റിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് റബ്ബറിനെക്കാട്ടിലും കൂടുതലായിരിക്കും. പ്ലസ് ഇറ്റ്സ് എ ലൈറ്റർ മെറ്റീരിയൽ ആൻഡ് ഫ്യൂവർ ജോയിന്റ്സ് ആൻഡ് ലെസർ സ്ട്രെച്ച് പോയിന്റ്സ്. വാട്ട് വാസ് യുവർ മേജർ അഗൈൻ? നാച്ചുറൽ സയൻസ് ആണ് സർ. പക്ഷേ എനിക്ക് ഫിസിക്സിനോടാണ് കൂടുതൽ താല്പര്യം. ആക്ച്വലി എൻ്റെ അച്ഛൻ ഒരു ടെക്സ്റ്റൈൽ ഓണർ ആയിരുന്നു. സോ മെറ്റീരിയൽസിനെ കുറിച്ച് എനിക്ക് കുറച്ച് നോളജ് ഉണ്ട്. സൗണ്ടിങ് ബലൂൺസിനെ കുറിച്ച് ഞാൻ കുറേ ബുക്സ് വായിച്ചിട്ടുണ്ട്. ബലൂൺസ് എത്ര ആൾട്ടിറ്റ്യൂഡ് വരെ പോകണമെന്ന് അറിയോ? 50 kilometers സർ. അപ്പോ അവിടെ ടെമ്പറേച്ചർ എത്രയുണ്ടാവണം? -70 degrees Celsius. അതിനുശേഷം എന്താവും? പോളിത്തൈലിൻ ഷീറ്റ് വിൽ ടേൺ ബ്രിട്ടൽ. അതെ, നമ്മുടെ ബലൂൺ പൊട്ടിത്തെറിക്കും. നമ്മൾ കളക്ട് ചെയ്ത എല്ലാ ഡേറ്റാസും നഷ്ടപ്പെടും. ആൻഡ് നീ ഓൾറെഡി കേട്ടറിഞ്ഞതുപോലെ റബ്ബർ പോലും കിട്ടുന്നില്ല. പോളിയെത്തിലിൻ എവിടുന്ന് കിട്ടാനാ? ഐ എം സോറി സർ. എന്തിനാ ഇപ്പൊ സോറി പറയുന്നേ? ആക്ച്വലി സർ, ഐ sometimes tend to lose objectivity when it comes to astrophysics or cosmic rays. Something I... Sarabhai, right? Yes sir, Vikram Sarabhai. Often the best minds tend to lose objectivity in the pursuit of excellence. Vikram Sarabhai. But നീ ശ്രമിച്ചു നോക്ക്, സൊല്യൂഷൻ കൊടുക്ക്. ജപ്പാനെ ബ്ലെയിം ചെയ്യുന്നില്ല. Don't waste your sorry, Sarabhai. You may need them later. Right sir. I think that concludes your interview, Vikram. Come. Sir, but അതിന് എനിക്കൊന്നും What മനസ്സിലായില്ല. did I tell you? Always ask the right question. പ്രിയപ്പെട്ട അച്ഛാ, എനിക്ക് ഈ സ്ഥലം ഒത്തിരി ഇഷ്ടമായി. ശരിക്കും നിങ്ങളിത് കാണുമ്പോൾ വളരെ അഭിമാനിക്കും. ഇവിടെ പഠിത്തം, കോമ്പറ്റീഷൻ, കേസ് എല്ലാം കേംബ്രിഡ്ജ് പോലെ തന്നെയുണ്ട്. സത്യം പറയണമെങ്കിൽ അതിനേക്കാളും ബെറ്ററാ. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദിവസം പോകുന്ന സമയം പോലും അറിയത്തില്ല. എനിക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ എൻ്റെ സ്വപ്നമായ റോക്കറ്റ് റെഡിയാക്കുന്ന പണിയിലായിരിക്കും. ഈ സ്ഥലത്ത് സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ട്. ഈ IASന്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ ഇവിടെയുള്ള പ്രൊഫസർ ഹോമി ബാബ, അദ്ദേഹത്തിൻ്റെ കഥയും ഏകദേശം എൻ്റേതുപോലെ തന്നെയാണ്. 1939 വേൾഡ് വാർ കാരണം പ്രൊഫസർ ബാബ ഇവിടെ തന്നെ സെറ്റിലായി. അദ്ദേഹം പ്രൊഫസർ രാമൻ്റെ ഒപ്പം ചേർന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കോസ്മിക് റേ യൂണിറ്റ് തുടങ്ങിയിരിക്കുക. ലോകത്ത് വെച്ച് വൺ ഓഫ് ദ ലീഡിംഗ് സയൻറ്റിസ്റ്റ് ആയിട്ടുണ്ടായിട്ടും പ്രൊഫസർ ബാബ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ മാത്രമല്ല, അദ്ദേഹം ആർട്സ്, മ്യൂസിക്, ഫിലോസഫി, തിയേറ്ററിന് എല്ലാ സബ്ജക്റ്റിലും അദ്ദേഹമാണ് ബെസ്റ്റ്. ഞങ്ങൾ 6 മാസമായിട്ട് മെല്ലിക്കൻ്റെ ബലൂൺ എക്സ്പെരിമെൻറ്റ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. വിത്ത് 0 റിസോഴ്സസ്, അൺഫേവറബിൾ കണ്ടീഷൻസ്, പിന്നെ ഇമ്പോസിബിൾ ഔട്ട്സ്. ഞങ്ങൾ റബ്ബർ ബലൂൺ വെച്ച് കോസ്മിക് റേ ഇൻസ്ട്രുമെൻറ്റ്സിനെ 30 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിലേക്ക് അയക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഡേറ്റ വെച്ച് കോസ്മിക് റേ റിസർച്ചിൽ ഞങ്ങൾക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ബലൂൺസ് ഏകദേശം 20 വട്ടം ഫെയിലായി. പക്ഷേ പ്രൊഫസർ ബാബ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഫെയിലിയർ എന്ന് പറയുന്നത് 1 സ്റ്റെപ്പ് ക്ലോസർ ആണെന്നാ. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്ക് എൻ്റെ ഡ്രീംസ് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അമ്മയെയും മൃദുലയെയും ഞാൻ അന്വേഷിച്ചെന്ന് പറയണേ. നിങ്ങളുടെ അടുത്ത ലെറ്ററിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. നിങ്ങളുടെ വിക്രം. That's it. Hold the rope tight. Hold it tight, huh? Okay. Now, slowly. Sir! We are on, sir! Yeah.
Replace them in the General Assembly. It has some benches. Number 3 and number 4. എടാ സുരേഷേ ഒന്ന് വലിച്ചു പിടിക്ക്. സർ വിൻഡ് വളരെ കൂടുതലാണ്. പോസ്റ്റ്പോൺ ചെയ്യണം സർ. No, it's perfect. Let's do now. Okay. First, I'm gonna cue the lorry. And then, on my count, release the ropes. Okay, sir. Okay, Mohammed. 1, 2, 3. Release. അപ്പോ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയല്ലേ? തീർച്ചയായും. പക്ഷെ ഞാൻ നിന്നോട് പിണക്കാം. അതെന്താ? അച്ഛൻ എത്ര കത്തുകളാ നീ എഴുതിയിരിക്കുന്നേ? അവസാനമായി എനിക്കെപ്പോഴാ എഴുതിയത്? എഴുതാതെ പോയത് നന്നായി, അല്ലെങ്കിൽ നീ കാണാൻ വന്നിട്ടുണ്ടാവോ? ആ വന്നൊന്ന് കാണാന്ന് കരുതി. അച്ഛൻ നിന്റെ കഥകൾ മൊത്തം അഹമ്മദാബാദിലും പറഞ്ഞു കിടക്കുന്നുണ്ട്. അത് സത്യാണോന്ന് അറിയണല്ലോ. എന്തിനെ കുറിച്ച്? അത് IASCയെ കുറിച്ച്, CV രാമനെ കുറിച്ച്. അതുപോലെ ഈ ബാബ ആരാ? ബാബ അല്ല, ഹോമി ബാബ. അദ്ദേഹമാണ് എന്റെ തീസിസ് ഗൈഡ്. നാളെ നീ ലാബിലോട്ട് വന്ന് ഞാൻ എല്ലാരെയും പരിചയപ്പെടുത്താം. ഇപ്രാവശ്യമല്ല, ബോംബെക്ക് നാളെ രാവിലെ തന്നെ പുറപ്പെടണം. ഗ്വാലിയർ ടാങ്ക് മൈതാനത്തിൽ കോൺഗ്രസിന്റെ ഒരു വലിയ മീറ്റിംഗ് ഉണ്ട്. ആഹാ, കോൺഗ്രസിന്റെ റാലി. അറിയോ വിക്രം, എനിക്കിപ്രാവശ്യം ഉറച്ച വിശ്വാസമുണ്ട്. ബ്രിട്ടീഷ് സർക്കാരിന്റെ സൂര്യൻ പെട്ടെന്ന് തന്നെ അസ്തമിക്കും. പിന്നെ ഭാരതത്തിനൊരു പുതിയ സുപ്രഭാതമാണ്. നീയും എന്റെ കൂടെ വരേണ്ടതാണ്. സർ. Sarabhai. സർ. Sarabhai, you are going to love this. യെസ് സർ. ഇന്ന് IAC ഗ്രൗണ്ടിൽ വലിയൊരു പാർട്ടി വെച്ചിരിക്കുക. സീനിയർ ക്ലാസ്സസ് എല്ലാവരും വരുന്നുണ്ട്. ക്രൈൻ ഷോ ഹോണറിന് വേണ്ടി. ഇൻ ദ ഹോണർ ഓഫ് ബ്രിട്ടീഷ് ജനറൽ കാൻഷർ. ഇവർക്ക് എന്തിനാ സർ? വിക്രം, അദ്ദേഹം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വളരെ വലിയ ഡോണറാ. ഈ ഡിന്നർ ഓരോ കൊല്ലവും ഉണ്ടാവും. ഇറ്റ്സ് മൈൻഡ് നമ്പിംഗ്ലി ബോറിംഗ്, ബട്ട് വി ഹാവ് ടു ഗോ ഷോ അവർ റിലിജൻസ്. അവിടെ ബാപ്പു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയല്ല എങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നേ. ജനങ്ങളൊക്കെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബ്രിട്ടീഷ് ജനറലിനെ ഡിന്നറിന് വിളിക്കാൻ പോകണം. ഈ റീസർച്ചിന് ആവശ്യമുള്ള പണം ഉണ്ടല്ലോ വിക്രം, ബ്രിട്ടീഷ് ജനറലിന്റെ അടുത്ത് നിന്നാണ് വരുന്നത്. സർ, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഫണ്ട് ചെയ്യുന്നത് ബ്രിട്ടീഷുകാരുടെ കടമയല്ലേ? സ്വാതന്ത്ര്യം നമ്മുടെ അവകാശവും. അതുകൊണ്ട് എന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബാപ്പുവിന്റെ 8th ഓഗസ്റ്റ് റാലിയിൽ പങ്കെടുക്കാൻ പോവുക. നല്ല കാര്യം തന്നെയാ. ഇറ്റ് ക്യാൻ ചേഞ്ച് ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി സർ. യാ. യു ഡോണ്ട് ബിലീവ് ഇൻ ദ കോസ് സർ? ഐ ബിലീവ്. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യ. പക്ഷേ നമ്മുടെ കൺട്രോളില്ലാത്ത കാര്യത്തിന് വേണ്ടി ടൈം വേസ്റ്റ് ചെയ്യല്ലേ. മൈ ഫാദേഴ്സ് വേർഡ്സ്, ദേ ഹാവ് സെർവ്ഡ് മീ ക്വൈറ്റ് വെൽ. ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് രാജ്യമാണ് പ്രധാനമെന്നാ. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. സോ ഒരു റാലി അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് നിനക്ക് ഈ നാടിനെ മാറ്റാൻ കഴിയും. ഐ സീ ഇറ്റ് ആസ് എ സൈൻ ഓഫ് സോളിഡാരിറ്റി സർ. നാനത്വത്തിൽ ഏകത്വമുണ്ട്, ഏകത്വത്തിൽ നാനത്വമുണ്ട്. ഇതിന് നീ നിന്റെ ധൈര്യം വളർത്തുന്നതല്ലാതെ നാടിന് വേണ്ടി വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അപ്പൊ ഞാൻ പറയും പ്ലീസ് ഗോ അഹെഡ്, ബി മൈ ഗസ്റ്റ്. പക്ഷെ നീ ഒരു ബ്രില്യൻ സയന്റിസ്റ്റ് ആണ്. നിന്നെ കൊണ്ട് ഈ നാടിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ചെയ്യാനാവില്ല. ആ കൂട്ടത്തില് അധ്വാനിക്കുന്നവനോ കർഷകനോ അതോ സയന്റിസ്റ്റോ ഉണ്ടെങ്കിൽ എന്താ സർ? എല്ലാവരും അവരുടെ ജോലി ന്യായമായിട്ടല്ലേ ചെയ്യുന്നത്? അങ്ങനെ ഞാൻ വിചാരിക്കുന്ന സർ. പക്ഷേ നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി ഞാൻ തീർച്ചയായും പാർട്ടിയിലേക്ക് വരും സർ. ഇൻഫാക്ട് ഐ വിൽ ടേക്ക് ദിസ് കാർഡ്. ഐ വിൽ ടേക്ക് ഇറ്റ്. ശരി, സൂക്ഷിച്ചു കൊണ്ടുപോ. താങ്ക് യു സർ. ഐ വിൽ സീ യു അറ്റ് ദ പാർട്ടി. ഇന്നലെ തീരുമാനിച്ചത് ശരിയാണ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. വിക്രം വുഡ് ലൈക്ക് ടു മീറ്റ് സംബഡി. ഗുഡ് ഈവനിങ് സർ.
I would like you to meet Mr. William Crenshaw III. Hello. And his father, the famous Mr. Iron Crenshaw III. Sir. Sorry, Sir Iron Hello. Crenshaw III. Vikram Sarabhai, one of the brightest minds in our institute. How are you? Mrs. Sarabhai, did you know it was I who brought the pathetic state of this institute to my father's notice? Right. So that we could ensure that the research here started properly. But of course, don't thank us. Philanthropy is practically our family motto. Absolutely. Of course. The British are well known for their plan to be. What do you mean? You see, the work we are doing in theoretical physics is we will. Excuse me, sir. Yeah, please carry on. It's very special to set up a whole cosmic ray unit. And they begin. 1 second. Knock, knock. Who's there? Interrupting cow. Interrupting? You look like you're having fun. ഇതുപോലത്തെ സ്ഥലത്ത് നമ്മൾ വിചാരിക്കുന്ന കമേഡിയൻസ് കിട്ടില്ല. A large scotch, please. Classic. Of course. അപ്പൊ നിങ്ങളാണ് ഫേമസ് ഹോമി ബാബ. Yes, I am. And you are the beautiful Miss Pepsi. Pepsi. Charmed. Disappointed, really. Boring party. കഴിയാൻ കാത്തിരിക്കുക. ഞാൻ എങ്ങനെ ഒരാളെയാണ് പ്രതീക്ഷിച്ചത്? നിങ്ങൾ അതുപോലെയൊന്നുമല്ല. പിറ്റി. സർ, ഞാനിപ്പോ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? സർ, അത് ആണോ? പെപ്സി നിന്റെ യൂഷ്വൽ ട്രിക്സിലൊന്നും ഇംപ്രസ് ആവില്ല. ഷീസ് എ ലോയർ. കഴിഞ്ഞ വർഷം എന്റെ പോഡ് കേസ് കുടുങ്ങിയതല്ലേ? അതും പുള്ളിക്കാരെ ഹാൻഡിൽ ചെയ്തത്. പക്ഷെ ഒരു കാര്യം മാത്രം മനസ്സിലായില്ല. അവളെ കഴുതിന്റെ അടുത്ത് എന്താ ചെയ്യുന്നത്? Raman, my friend, all of your Maharajas are practically begging us for amnesty, right, Papa? I mean, not that I don't blame them, in fact. I mean, who would want to be part of such a poor, overcrowded, illiterate kind of... വില്യം വേണ്ട പറയുന്നേക്ക്. വില്യം സ്റ്റോപ്പ് ഇറ്റ്. വില്യം സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ പൊക്കോ. കുഴപ്പമില്ലല്ലോ. യു വിൽ ബിഹേവ് യുവർ സെൽഫ്. ഗോ സിറ്റ്. പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങൾ പൊക്കോളൂ. കുഴപ്പമൊന്നുമില്ല. Clearly, we were not successful at civilizing everyone. I mean, in my most humble opinion, the Britishers have given bloody everything to this country now. The roads, the railways, electricity, education. Yet some of you seem to ask for this thing called freedom. I always think, what would you do with such freedom anyway? Starve to death. ആലോചിക്കേണ്ട കാര്യം തന്നെയാ അല്ലേ സർ? നിങ്ങൾ രാവിലെ പറഞ്ഞത് സത്യം തന്നെയാ. നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല. അതായത് ഇതുപോലെ we should just focus on our work. I mean, you ought to move to England. Over there, your talent would be put to much better use. Amongst what we would call the real scientists. ഈ ജേസന് നമ്മളാണ് റിയൽ സയന്റിസ്റ്റിനെ എപ്പോഴും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂ? അവൻ എന്ത് പറയണോ പറഞ്ഞോട്ടെ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞോട്ടെ. നമ്മളൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ജോലി നോക്കിയാൽ മാത്രം മതി. That's quite enough, William. Oh, darling Pipsy. What did I say that wasn't right? Right, Papa? Hi. I'm sorry? Yes, you should be. Because I have a news for you, friend. Britain is barely winning the war. I mean, you may have a chance. But that's only because India and the Commonwealth are fighting a pills. We shouldn't. But we are. And if it wasn't for all the wealth you have looted from us and all the labors you exploited out of us, you'd be lying faces down in your own empty coffers a long time ago. And when we kick you out, which we will, I assure you we will. And you're finally back in your own country. I wonder what will happen to the likes of you, Crenshaw, with no skill or talent or even basic common sense. How will you make a living?
You sit here drinking our wine, eating our food, living off the hard work of our people. But once you're back home, it's going to be tough. For an inexperienced, insufferable, belligerent fool whose only claim to fame is pissing off his father's money and being a massive cunt. How fucking dare you? Easily. I hope this make up for the initial disappointment. Now, if you could excuse me, I would take my leave. Can I see? ഇങ്ങനെ ചുമന്നു പോയല്ലോ, ചതഞ്ഞു പോയിട്ടുണ്ട്. പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് അവനെ നാണം കെടുത്തി നന്നായി. അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞോ? What did I do? അതല്ല നീ ചെയ്തോണ്ടിരിക്കുന്നത്. What? Don't think I didn't notice you. Egging me on, Rocket Boy. ഇത് നിങ്ങൾ അവളുടെ മുന്നിൽ വെച്ച് കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് തല്ല് കിട്ടില്ലായിരുന്നു. സർ, നാളെ ഫെലിസിറ്റേഷൻ നടക്കാൻ പോവാ. ഐ തിങ്ക് അവരെ സ്വാഗതം ചെയ്യാൻ കുറച്ച് ഡെക്കറേഷൻസ് മാറ്റിയാൽ കൊള്ളാം. യെസ് സർ. സറാബായ്, കോൾ മീ ഹോമി. യെസ് ഹോമി. Do or die. We shall either free India or die in the attempt. Every true congressman or woman will join the struggle with an inflexible determination not to remain alive to see the country in bondage and slavery. Let that be your pledge. Take a pledge with God and your own conscience as witness that you will no longer rest till freedom is achieved and will be prepared to lay down your lives in the attempt to achieve it. Raman, my friend. Mr. Crenshaw, warm welcome to the IAC. Raman, what the fuck is this? Is that Baba? വെള്ളക്കാര 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 വെള്ളക്കാര